വിശുദ്ധ ജോൺ കൻഷ്യൂസ്. ഡിസംബർ 23. സെലേഷ്യയിൽ കെൻഡി എന്ന പ്രദേശത്ത് വിശുദ്ധ ജോൺ ജനിച്ചു. ക്രാക്കോ നഗരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല വിദ്യാഭ്യാസം. അനന്തരം അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അധ്യാപകനുമായി. അധികം താമസിക്കാതെ തന്നെ അദ്ദേഹത്തെ വിരോധികൾ കോളേജിൽ നിന്ന് പുറത്താക്കി. ഫാദർ ജോൺ ഓൾക്കൂസിലെ വികാരിയായി. വിനീതനായ വികാരിയച്ചൻ തന്റെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്ത പരിശ്രമങ്ങളൊന്നും കുറെ കാലത്തേക്ക് ഫലിച്ചില്ല. എങ്കിലും സ്ഥിര പരിശ്രമത്തിലൂടെ ഇടവകക്കാരുടെ ഹൃദയത്തെ അദ്ദേഹം വശത്താക്കി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ക്രാക്കോയിലേക്ക് മടങ്ങി. മരണം വരെ അവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു. വിശുദ്ധ ജോൺ വിനീതനും ദയാലുവായിരുന്നതിനാൽ ക്രാക്കോയിലെ ദരിദ്ര ജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ പരിചിതമായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്തുക്കളും പണവുമെല്ലാം സാധുക്കൾക്കുള്ളതായിരുന്നു. പലപ്പോഴും അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു എന്ന് മാത്രം. അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുള്ളൂ. മാംസം ഭക്ഷിച്ചിരുന്നില്ല. തറയിൽ കിടന്നാണ് ഉറങ്ങിയത്. തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാമെന്ന് കരുതി അദ്ദേഹം ജെറുസലേമിലേക്ക് ഒരു തീർത്ഥാടന യാത്ര നടത്തി. ഭാണ്ഡം പുറത്തു വഹിച്ചുകൊണ്ട് 4 പ്രാവശ്യം റോമയിലേക്ക് തീർത്ഥാടനം ചെയ്തു. പ്രാശ്ചിത്തം ചെയ്യുമ്പോൾ ആരോഗ്യം കൂടി പരിഗണിക്കേണ്ടതില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരുഭൂമിയിൽ തപസ് ചെയ്ത പിതാക്കന്മാരുടെ ദീർഘായുസിനെ പറ്റി അദ്ദേഹം ഉപന്യസിക്കുമായിരുന്നു. പഴയ ലത്തീൻ കാനൂന നമസ്കാരത്തിൽ ഒരു കഥ വിവരിച്ചിട്ടുണ്ട്. ഒരിക്കൽ കവർച്ചക്കാർ അദ്ദേഹത്തിന്റെ പണം കൊള്ള ചെയ്തു. അവസാനം അവർ ചോദിച്ചു, ഇനി വല്ലയിടത്തും പണം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. കവർച്ചക്കാർ പോയി കഴിഞ്ഞപ്പോൾ കുറെ നാണയങ്ങൾ മേലങ്കിയിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഓർത്തു. ഉടനെ കവർച്ചക്കാരെ വിളിച്ച് ആ പണവും കൂടി എടുത്തു കൊടുത്തു. ആശ്ചര്യഭരിതരായ കവർച്ചക്കാർ എടുത്ത പണം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി. 1767 ജൂലൈ 16 വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വിചിന്തനം: സത്യവിരുദ്ധമായ എല്ലാ അഭിപ്രായങ്ങളോടും പടവെട്ടുക. ക്ഷമയും ശാന്തതയും പരസ്പര സ്നേഹവുമായിരിക്കട്ടെ നിങ്ങളുടെ ആയുധങ്ങൾ. അക്രമം നിങ്ങളുടെ ആത്മാവിന് ദോഷം ചെയ്യുന്നു, ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾക്ക് കൂടി തുരങ്കം വയ്ക്കുന്നു. വിശുദ്ധ ജോൺ കൻഷ്യൂസ്.